ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ മല അരയരെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ താമസിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് മല അരയർ. മറ്റ് ഗോത്ര വിഭാഗങ്ങളെ അപേക്ഷിച്ച് സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായും മുൻപന്തിയിൽ എത്തി നിൽക്കുന്ന വിഭാഗമാണ് ഇവർ. മലയരയർ എന്ന വാക്കിൻ്റെ അർത്ഥം മലയുടെ അധിപർ അല്ലെങ്കിൽ മലയുടെ രാജാക്കന്മാർ എന്നാണ്. നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമനുസരിച്ച് മലയരയർ ആസ്ട്രലോയിഡ് വംശത്തിൽപ്പെട്ടവരാണെന്നാണ് കരുതപ്പെടുന്നത്. മലയരയരുടെ പൂർവികരെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മലയരയരുടെ പൂർവികർ ബ്രാഹ്മണരാണെന്നും അല്ല ക്ഷത്രിയരാണെന്നും വാദിക്കുന്നവർ കുറവല്ല. എന്നാൽ ആര്യന്മാർ കേരളത്തിൽ ശക്തരാകുന്നതിന് മുമ്പ് തന്നെ മലയരയർ ഈ കേരളം ഭരിച്ചവരാണെന്നാണ് പറയപ്പെടുന്നത്. സംഘകാലഘട്ട രാജാക്കന്മാരായിരുന്ന മൂവരശർ എന്നറിയപ്പെട്ടിരുന്ന ചേര, പാണ്ഡ്യ, ചോള രാജാക്കന്മാരുടെ സമകാലികരായി കേരളം ഭരിച്ച ആയി രാജവംശത്തിൻ്റെ പിന്മുറക്കാരാണ് മലയരയർ എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അന്ന് കന്യാകുമാരി മുതൽ പമ്പ വരെ ആയി രാജാക്കന്മാരുടെ അധീനതയിൽ ആയിരുന്നതിൻ്റെ ചരിത്ര തെളിവുകൾ ഉണ്ട്. ഈ ആയി രാജാക്കന്മാരെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി ആര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ചരിത്രകാരന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അതിനോട് ചരിത്രപരമായി യോജിക്കുവാൻ കഴിയുന്നതല്ല. സംഘകാലഘട്ടത്തിലെ രാജാക്കന്മാർ ആരും തന്നെ ആര്യന്മാർ ആയിരുന്നില്ല. അവർ ദ്രാവിഡന്മാരായിരുന്നു എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. അതുപോലെ ആയി രാജാക്കന്മാർ ഹിന്ദുക്കൾ ആയിരുന്നില്ല. അവരുടെ മതം അജീവകം ആയിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തും കാണപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളും ആജീവ മതത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എന്നാൽ വൈഷ്ണവ മതത്തിൻ്റെ കടന്നുവരവോടുകൂടി അജീവക മതം ഇല്ലാതാവുകയും ആ സ്ഥാനത്ത് വൈഷ്ണവ മതം സ്ഥാനം പിടിക്കുകയും ആയി സമൂഹം വൈഷ്ണവ മതവിശ്വാസികളായി തീരുകയും ചെയ്തു. പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആയി ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നീട് തിരുവിതാംകൂർ രാജവംശം രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ ക്ഷേത്രം അവർ കൈവശപ്പെടുത്തുന്നത്. ഉൾവനങ്ങളിൽ തകർന്ന് കിടക്കുന്ന പല ക്ഷേത്രങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. എണ്ണയ്ക്കാവള്ളി പോലുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഇപ്പോഴും മലയരരുടെ നിയന്ത്രണത്തിൽ കിടക്കുന്ന ക്ഷേത്രങ്ങളാണ്. അപ്രതീക്ഷിതമായ പാണ്ഡ്യ രാജാക്കന്മാരുടെ ആക്രമണത്തിൽ ആയി രാജ്യം തകർന്നടിയുകയും അവരിൽ അവശേഷിച്ചവർ പമ്പാ നദി നീന്തിക്കടന്ന് ശബരിമല ഉൾപ്പെടെ 18 മലകളിലായി വാസമുറപ്പിക്കുകയും ചെയ്തു. ഇവരുടെ പ്രധാന കേന്ദ്രം കരിമലയായിരുന്നു. ഇവരാണ് പിന്നീട് മലയിലെ രാജാക്കന്മാർ എന്ന അർത്ഥത്തിൽ മല അരയരായി അറിയപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കാലാന്തരത്തിൽ ഈ 18 മലകളിൽ നിന്നും ഇവർ ആട്ടി ഓടിക്കപ്പെടുകയും പിന്നീട് കോട്ടയം, ഇടുക്കി പോലുള്ള മേഖലകളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. മറ്റ് ഗോത്ര ജനതകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണ് ഇവർ കാത്തു സൂക്ഷിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഭക്ഷണം തേടിയും വേട്ടയാടിയും സ്ഥലങ്ങൾ മാറി മാറി കൃഷി ചെയ്തുമാണ് ഇവർ ജീവിച്ചിരുന്നത്. എന്നാൽ പുതിയ വനനിയമങ്ങൾ വന്നതോടെ പഴയ രീതി അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നാണ്യവിളകളായ കുരുമുളക്, കമുക്, തെങ്ങ്, റബ്ബർ, കാപ്പി, കശുവണ്ടി, ഇഞ്ചി, മഞ്ഞൾ എന്നീ കൃഷികളിലേക്ക് മാറി. സ്വജാതീയ വിവാഹങ്ങളാണ് ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. സഹോദരിയുടെയും സഹോദരൻ്റെയും മക്കൾ തമ്മിൽ വിവാഹം കഴിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ പെൺകുട്ടികൾ വയസ്സറിയിക്കുന്നതിൻ്റെ 9-ാം ദിവസം താലികെട്ട് കല്യാണം നടത്താറുണ്ടായിരുന്നു.
പ്രായപൂർത്തി വിവാഹമാണ് ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. ആണുങ്ങൾക്ക് 25-നും 30-നും വയസ്സിനും ഇടയിലും പെണ്ണുങ്ങൾക്ക് 18-ഉം 25-ഉം വയസ്സിനും ഇടയിലും വിവാഹം കഴിക്കാം. വിവാഹത്തിൻ്റെ ചിഹ്നമായി താലി നിർബന്ധമാണ്. പണ്ടുകാലങ്ങളിൽ സ്ത്രീധന സമ്പ്രദായം നിലനിന്നിരുന്നില്ല. ഇന്ന് പെൺകുട്ടികൾക്ക് ആഭരണങ്ങൾ കൊടുത്തു വിടുന്ന പതിവ് ഉണ്ട്. മലയരുടെ ഇടയിൽ നിലനിൽക്കുന്ന മറ്റൊരു സമ്പ്രദായമാണ് ഇല്ലങ്ങൾ. വയലില്ലം, പുത്തനില്ലം, നെല്ലിപ്പള്ളിയില്ലം, മലയില്ലം, മുണ്ടിയില്ലം, എണ്ണയില്ലം എന്നിവയാണ് പ്രധാനപ്പെട്ട ഇല്ലങ്ങൾ. വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഇല്ലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടാൽ പുനർവിവാഹം ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹ ബന്ധം വേർപെടുത്തുവാൻ കഴിയുകയുള്ളൂ. പിതാവ് കുടുംബനാഥനായുള്ള ചെറിയ കുടുംബങ്ങളായാണ് മലയരയർ ജീവിക്കുന്നത്. സ്ത്രീകൾക്ക് 2ാം സ്ഥാനമാണുള്ളത്. കൃഷികാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും സ്ത്രീകളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ സ്ത്രീകൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ പിന്നിലായിരുന്നെങ്കിലും ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. മലയരയർ മരിച്ചവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുകയാണ് പതിവ്. പിതാവ് മരിക്കുമ്പോൾ മൂത്തപുത്രനും മാതാവ് മരിക്കുമ്പോൾ ഇളയ പുത്രനുമാണ് കർമ്മങ്ങൾ ചെയ്യാറുള്ളത്. മലയരയർ ഉൾപ്പെടെയുള്ള ഗോത്ര ജനത ഹിന്ദുക്കൾ അല്ലെങ്കിലും പൊതുവെ ഹിന്ദുക്കളായാണ് അവർ കരുതപ്പെടുന്നത്. എങ്കിലും അവർക്ക് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളും മതവിശ്വാസങ്ങളുമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നല്ലൊരു ശതമാനം മലയരയർ ക്രിസ്തുമതം സ്വീകരിക്കുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മലയരയരുടെ ഇഷ്ടദൈവം അയ്യപ്പനാണ്. അയ്യപ്പൻ മലയരയ ദൈവമായിട്ടാണ് അവർ കരുതപ്പെടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പ്രസിദ്ധ ചരിത്രകാരനും സാമൂഹിക ശാസ്ത്രജ്ഞനും മിഷണറിയുമായിരുന്ന ഷാമുവൽ മെറ്റീറിൻ്റെ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ നിന്നും ചെറിയ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് ദൈവങ്ങളായ ശിവൻ, വിഷ്ണു, ദേവി എന്നിവരെയും ആരാധിക്കാറുണ്ട്. കൂടാതെ പൂർവ്വ പിതാക്കന്മാരുടെ ആത്മാക്കളെയും മറ്റു പ്രാദേശിക ദേവതകളെയും ഇവർ ആരാധിച്ചു പോരുന്നു. പായ് നിർമ്മാണം, കുട്ട നിർമ്മാണം, മുളയും പുല്ലും ഉപയോഗിച്ചുള്ള വിശറി നിർമ്മാണം എന്നിവയിൽ വിദഗ്ധരാണ് മലയരയർ. ഐവർകളി, കോൽക്കളി എന്നിവ ഇവരുടെ പ്രധാന വിനോദങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.